മാൻകൈൻഡ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച് പർവീൻ ആസാദ് എഴുതിയ ഏറ്റവും പുതിയ പുസ്തകമാണ് അറ്റ്ലീസ്റ്റ് ഐ ഹാവ് എ ക്യാറ്റ് എന്ന പുസ്തകം. ഇതാണ് ആ പുസ്തകം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. പണ്ട് ആരോ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെയാണെന്നുള്ളത്. അതായത് നമ്മൾ ഓരോ ബുക്ക് വായിക്കുമ്പോഴും നമ്മൾ ഓരോ മനുഷ്യനെയും കൂടിയാണ് അതിലൂടെ വായിച്ചറിയുന്നത്. ഇപ്പം നമ്മളൊരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഒരു ഷെൽഫിലോ നിറച്ച് ബുക്കുകൾ ഇരിക്കുമ്പോൾ അതൊക്കെ അത്രയും മനുഷ്യരാണ് എന്നുകൂടി നമ്മളിങ്ങനെ ആലോചിക്കണം. അപ്പോൾ ഈ പുസ്തകം കഥാസമാഹാരമാണ്. ഒരു 12 കഥകളാണ് ഇതിലുള്ളത്. സോഷ്യൽ സറ്റയറാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ആളെ അറിയാൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഈ പുസ്തകം തുറന്ന് ഇതിലെ ആമുഖം വായിക്കുമ്പോൾ തന്നെ നമുക്കിതിലെ റൈറ്ററുടെ ഒരു ക്യാരക്ടർ നമുക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവും. ഈ കഥകൾ വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൽ വളരെ റോ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, കാപട്യമില്ലാത്ത എഴുത്ത്. കാരണം ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളൊക്കെ അത്തരം ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ ഉടനീളം അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ പല രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ കഥകളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം, നമുക്കറിയാം ഇപ്പോൾ സിനിമകളെടുത്താലും ഇപ്പോൾ ഹോളിവുഡ് ആണെങ്കിലും വെസ്റ്റേൺ സിനിമകളൊക്കെ എടുത്താലും ഇപ്പോൾ ലൈംഗികത, പ്രണയം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ. പക്ഷെ നമ്മുടെ മലയാളി സമൂഹം ഇതൊക്കെ ഭയങ്കര മൂടി വെച്ചാണ് പൊതുവെ അങ്ങോട്ട് അവതരിപ്പിക്കാറുള്ളത്, അല്ലേ? ഇപ്പോൾ ലവ് സ്റ്റോറി ആണെങ്കിലും ന്യൂഡായിട്ടുള്ള സീനുകൾ അതൊക്കെ ഭയങ്കര കുറവായിരിക്കും. കാരണം മലയാളി ഓഡിയൻസ് എപ്പോഴും ഒരു മൊറാലിറ്റിയുടെ ഒരു പുറംചട്ട അണിയുന്ന ആൾക്കാരാണല്ലോ. ഈ ഒരു സദാചാര ബോധം, ഇങ്ങനെ കാപട്യങ്ങൾ ഇതൊക്കെ പേർന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ ഈ പുസ്തകത്തിലും ഈ മലയാളി സമൂഹം പൊതുവെ മൂടി വെക്കുന്ന പല കാര്യങ്ങളും പച്ചക്ക് അങ്ങോട്ട് തുറന്നെഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സദാചാര മലയാളികൾക്കും കുലസ്ത്രീകൾക്കും കുലപുരുഷന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് അത് കൊള്ളാൻ സാധ്യതയുണ്ട്. ഈ 12 കഥകളിലും ഇതിലെ എഴുത്തുകാരിനെ തന്നെ നമുക്ക് പല രൂപത്തിൽ കാണാൻ പറ്റും. അതായത് പല പേരുകളിൽ ക്യാരക്ടേഴ്സൊക്കെ കൊടുത്താലും ഇത് ഈ എഴുത്തുകാരി തന്നെയാണ്, ഇവർ തന്നെ കടന്നുപോയ വഴികളാണെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ദാറ്റ് ബീൻ സെഡ്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേറെ കാര്യം, ഈ ബുക്ക് ഞാൻ ത്രൂ ഔട്ട് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്താണ്. പക്ഷെ ഇതിൻ്റെ ഒരു പകുതി വരെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ റോ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, പച്ചക്കുള്ള എഴുത്താണ്. പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഈ കഥകളുടെ പേരൊക്കെ തന്നെ അത്തരത്തിലാണ്. സ്വപ്നസ്ഖലനം, മലബന്ധം, ഇങ്ങനെ പോകും. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ തുടങ്ങിയപ്പോൾ കുഴപ്പമുണ്ടായില്ല, എങ്കിലും ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനത്തെ വാക്കുകളും ഇതൊക്കെ തന്നെയുള്ള വായിക്കുന്നത്. അപ്പോൾ ഈ വായനക്കാരൻ ആസ് എ റീഡർ എന്ന രീതിയിൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എനിക്കും ഈ റൈറ്ററുടെ സെയിം പൊളിറ്റിക്കൽ വ്യൂസ് ഒക്കെ തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു വായനക്കാരൻ എന്ന രീതിയിൽ ഇത് ത്രൂ ഔട്ട് നേരത്തെ പറഞ്ഞല്ലോ, ഒരു അപ്പി വർത്താനം, കക്കൂസ്, മുക്കൽ, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ തന്നെ. അപ്പോൾ മറ്റേ ലൂസിഫറിൽ മറ്റേ ഇയാൾ പറയുന്ന പോലെ ഒരു മര്യാദ വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. കാരണം എന്നാൽ ഇത് ഇവർ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ ഭാഷാജ്ഞാനം നോക്കാൻ പോകരുത്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ചുരുളി സിനിമയിലാണെങ്കിലും ചുരുളിയിലെ നാട്ടുകാർ അങ്ങനെയാണ് സംസാരിക്കുള്ളൂ നമുക്കറിയാം. പക്ഷെ പേഴ്സണലി ഒരു വായനക്കാരൻ എന്ന രീതിയിൽ എനിക്ക് ടുവേർഡ്സ് എൻ്റെ ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല ഈ ബുക്കിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തന്നെയുള്ളൂ, വേർഡ്സ് ഒക്കെ ആണെങ്കിലും അപ്പി, മുക്കൽ, പിന്നെ പുതിയതായിട്ടൊരു ഫ്രഷ് ആയിട്ട് വേറെ സംഭവങ്ങളൊന്നും വരുന്നുമില്ല. അങ്ങനെ ഏറ്റവും അവസാനത്തെ കഥകളിലേക്കൊക്കെ വരുമ്പോൾ ഈ എഴുത്തുകാരിയുടെ ഒരു ഫ്രസ്ട്രേഷനാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. അതും എനിക്ക് തോന്നിയത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, ഇപ്പോൾ ബഷീർ ആണെങ്കിലും ഈ ഓപ്പൺ ആയിട്ടുള്ള എഴുത്തുണ്ട്, അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ ഈ റൈറ്റർ അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ എല്ലാവരോടും തീർക്കുന്ന പോലെയും കൂടി ഈ വായനക്കാർക്കും അത് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ മേത്തേക്കാണുള്ളത് ഇതൊക്കെ വന്നെയെന്ന് നമുക്ക് തോന്നും. ഇനി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എടുത്ത് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ കവർ ഡിസൈനിങ്ങും ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ലൊരു കവർ ഡിസൈനാണ്. റോറീത്ത ജോയ് ആണ് ഇതിലെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പുസ്തകത്തിൽ ത്രൂ ഔട്ട് നല്ല വരകളൊക്കെ ഉണ്ട്, വരച്ചട്ടൊക്കെ ഉണ്ട്, നല്ല കുറേ ഇങ്ങനെ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ കാണാറുള്ള ഒരു വിമർശനമാണ്, അത് ഈ മാൻകൈൻഡ് പബ്ലിഷേഴ്സിന് കിട്ടുന്ന ഒരു വിമർശനമാണ്. ഇവർ എല്ലാ ബുക്കുകളും ഇങ്ങനെ ചവറ് പോലെ പബ്ലിഷ് ചെയ്യാണ്, ഒരു നിലവാരമില്ലാത്ത എഴുത്തുകൾ വരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതിൽ മാൻകൈൻഡ് പബ്ലിഷേഴ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നാണ്. കാരണം ഇതിൽ രാഷ്ട്രീയവും എല്ലാ കാര്യവും വളരെ ക്ലിയർ കട്ടായിട്ട് ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പൊളിറ്റിക്സും ഇതൊക്കെ ഇവരോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നി ഈ മാൻകൈൻഡ് ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെയൊക്കെ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ പബ്ലിഷേഴ്സിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് എനിക്ക് തോന്നി. ഈ പുസ്തകം ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് മൈത്രേൻ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റൈറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുക്കുകൾ, ഇത്തരത്തിലുള്ള റൈറ്റിങ്ങുകളൊക്കെ ആണെങ്കിലും അത് ഈ മാൻകൈൻഡ് പബ്ലിഷ് ചെയ്യുന്നതാണെങ്കിലും സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ തോട്ട്സ്, ഇങ്ങനത്തെ എഴുത്തുകാർ, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തകൾ,
നമ്മുടെ പതിവ് കൺവെൻഷണൽ രീതിയിൽ നിന്നൊക്കെ മാറിയുള്ള സഞ്ചാരങ്ങൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, നിങ്ങൾ വായിച്ചായിരുന്നോ? എങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.